മുഖം ടാൻ അടിച്ചിരിക്കുകയാണോ? ശരീരം നന്നായി ഹൈഡ്രേറ്റ് ആയിരിക്കാനും അതുപോലെ തന്നെ ചർമ്മം നല്ല ഗ്ലോ കിട്ടാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കിയാലോ? ഇത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതും അടുക്കളയിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഐറ്റമാണ് കേട്ടോ നമ്മളെ ഹൈഡ്രേറ്റ് ആയിരിക്കാനായിട്ട് സഹായിക്കുന്നത്. ഇത് കൽക്കണ്ടമൊന്നുമല്ല. അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മൾ കുറച്ച് നട്ട്സൊക്കെ വെള്ളത്തിൽ സോക്ക് ചെയ്യുന്നുണ്ട്. ഇതെടുത്തിരിക്കുന്നത് കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, ഒരു കൈപ്പിടി ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്, ഒരു 2 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു 4 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്കിൻ നല്ല ഹെൽത്തി ആയിരിക്കാനും തിളക്കത്തോടെ ഫ്രഷ് ആയിരിക്കാനും ക്യാരറ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇതിനെ സഹായിക്കുന്നത് ഇതിലുള്ള ബീറ്റാ കരോട്ടീനാണ് കേട്ടോ. ബീറ്റാ കരോട്ടീൻ വിറ്റാമിൻ എ ആയി മാറി നമ്മുടെ ഡാമേജ് സെൽസിനെ എല്ലാം റിമൂവ് ചെയ്ത് പുതിയ സെൽസ് ജനറേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ടാനായിരിക്കുമ്പോൾ ഇത് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. കൂടാതെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും നമുക്ക് വിറ്റാമിൻ സി അത്യാവശ്യമാണല്ലോ. അതിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായി അരഞ്ഞ് കിട്ടുന്നത് കൊണ്ട് തന്നെ അത് അരിച്ച് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഐറ്റം, ബദാം ക്രിസ്റ്റൽ. ഇത് ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതെന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ, കാർഡിൽ ആഡ് ചെയ്യാം. വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ, നമുക്ക് ആവശ്യത്തിലധികം കിട്ടും. ഇത്രയ്ക്ക് വെള്ളം എടുക്കണേ. ഇതൊരു 5-8 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. നൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലത്താവുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സംഭവം. ഇത് ഐസൊന്നും അല്ല കേട്ടോ. നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണേ. ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ഇതിൽ നട്ട്സൊക്കെ ആഡ് ചെയ്ത് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ഷെയ്ക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചിയാ സീഡാണ് ചേർക്കുന്നത്. ചിയാ സീഡ് 2 സ്പൂണോളം ചേർക്കുന്നുണ്ട്. ചിയാ സീഡ് നമുക്ക് 2 ടേബിൾ സ്പൂൺ വരെ സോക്ക് ചെയ്യാത്ത അളവാണ്. 2 ടേബിൾ സ്പൂൺ വരെ നമുക്കൊരു ദിവസം എടുക്കാം കേട്ടോ. ഇത് 2 ടീസ്പൂണാണ് നമ്മൾ ചേർക്കുന്നത്. ചിയാ സീഡിൽ ഒമേഗ 3 ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇതുപോലെ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി നല്ലൊരു ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ കുറച്ചൊന്ന് പൊമഗ്രാനൈറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മാസം അടുപ്പിച്ച് കുടിച്ചാൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ കല്യാണമൊക്കെ അടുത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇത് എന്തായാലും ഒരു മാസം അടുപ്പിച്ച് കുടിച്ചോ. നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആവും. നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. വില കൂടിയ സപ്ലിമെൻറ്റുകളൊന്നും കഴിക്കാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ഇനിയും ലഭിക്കാനായിട്ട് നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. എന്നാൽ ശരി എന്നാ.